ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഓരോരുത്തർ പറയുന്ന ടോപ്പിക് വൈസ് ക്ലാസ് വേണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇനി വരുന്ന എക്സാമിന് പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുള്ള ടോപ്പിക്. ക്ലിയർ ആണോ? ആ ചോദ്യം ഇങ്ങനെയാണ്: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ. സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റാച്യു. ക്ലിയർ ആണോ? സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാം, ഇന്ത്യ. ക്ലിയർ ആണോ? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അറിയപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ. ഏകതാ പ്രതിമ. ക്ലിയർ ആണോ? എന്നാൽ പ്രതിമയുടെ ഉയരം എത്രയാണ്? 182 മീറ്റർ അല്ലെങ്കിൽ 597 അടി, ഫീറ്റ്. ക്ലിയർ? അപ്പൊ അതിൽ നിന്ന് വേറൊരു ചോദ്യം വരാം. പ്രതിമയുടെ ഉയരമാണ് 182 മീറ്റർ അല്ലെങ്കിൽ 597 അടി. എന്നാൽ ബേസ് ഉൾപ്പെടെ, പ്രതിമയുടെ ബേസ് ഉൾപ്പെടെ എത്രയാണ് ഉയരം? 240 മീറ്റർ അല്ലെങ്കിൽ 790 അടി. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞു വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ, ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞു വന്നത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ. എന്നാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്ത്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലെ ഏത് ജില്ലയിൽ? ഏതാണ്? നർമ്മദ. ഏത് ജില്ലയാണ്? നർമ്മദ ജില്ല. നർമ്മദ ജില്ലയിലെ ഏത് ഗ്രാമത്തിൽ? ഏതാണ്? കെവാലിയ ഗ്രാമം. ഏത് ഗ്രാമമാണ്? കെവാലിയ ഗ്രാമം. സ്ഥിതി ചെയ്യുന്ന ദ്വീപ്, പ്രതിമ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? സാധു ബെറ്റ് ദ്വീപ്. സാധു ബെറ്റ് ദ്വീപ്. ക്ലിയർ ആണോ? ഏത് ഡാമിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? സർദാർ സരോവർ ഡാം. ഏത് നദി? ഏതാണ്? നർമ്മദ. ക്ലിയർ ആണോ? ഏത് നദിയാണ്? നർമ്മദ. നർമ്മദ നദി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത് വിട്ടിട്ട് പോകരുത്. നർമ്മദ നദിയുടെ ആകെ നീളം എത്രയാണ്? 1312 കിലോമീറ്റർ. 1312 കിലോമീറ്റർ. ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ അമർഖണ്ഡ കുന്നുകളിൽ നിന്ന്. അമർഖണ്ഡ കുന്നുകളിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞു വന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രണ്ടു പോയിന്റ് നോക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച വർഷം 1875 ഒക്ടോബർ 31. 1875 ഒക്ടോബർ 31. ഒക്ടോബർ 31 എന്ത് ദിനമായിട്ട് ആചരിക്കും? യൂണിറ്റി ഡേ. യൂണിറ്റി ഡേ അഥവാ ഏകതാ ദിവസ്. ഏകതാ ദിവസ്. ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 31. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം. ഇദ്ദേഹം അന്തരിക്കുന്ന വർഷം 1950 ഡിസംബർ 15. 1950 ഡിസംബർ 15. ക്ലിയർ ആണോ? അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത് 1948 നടന്ന ഓപ്പറേഷൻ പോളോയ്ക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. എന്താണ് ഓപ്പറേഷൻ പോളോ? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലോട് കൂട്ടിച്ചേർക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞത് പ്രതിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. കഴിഞ്ഞിട്ടില്ല. ഏത് പാർട്ട്ണർഷിപ്പിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്? ഏതാണ്? PPP. എന്താണ് PPP? പബ്ലിക് പ്രൈവറ്റ്
പാർട്ട്ണർഷിപ്പ്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് സ്വകാര്യ പൊതുജന പങ്കാളിത്തത്തോടെയാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ക്ലിയർ. സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയുടെ ശില്പി ആരാണ്? ജോസഫ് മെന്ന. ജോസഫ് മെന്ന. എന്നാൽ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയുടെ ഡിസൈനർ, രൂപകൽപ്പന ചെയ്തത് ആരാണ്? രാം വി സുധർ. രാം വി സുധർ. ക്ലിയർ ആണോ? രാം വി സുധർ. ഓക്കെ. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ തറക്കല്ലിട്ട വർഷം ഏത് വർഷമാണ്? 2013 ഒക്ടോബർ 31. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു ചോദ്യം, ഒരു സംശയം വരാം. നിലവിലെ സർക്കാർ അധികാരത്തിൽ വരുന്നത് 2014 അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് 2013 എന്ന് വരുന്നത്? 2013 ഗുജറാത്ത് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നരേന്ദ്രമോദി. ക്ലിയർ ആണോ? നരേന്ദ്രമോദി. അപ്പോ 2013 തറക്കല്ലിടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നരേന്ദ്രമോദി. ക്ലിയർ. ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചാൽ 2018 ഒക്ടോബർ 31. ഉദ്ഘാടനം ചെയ്തത് 2018 ഒക്ടോബർ 31. ക്ലിയർ ആണോ? ഇപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഉദ്ഘാടനം ചെയ്തത്? 143ാം ജന്മവാർഷികം. ക്ലിയർ ആണോ? 143ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. ക്ലിയർ ആണോ? ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? താഡ്വി. ഏതാണ്? താഡ്വി ട്രൈബ്സ്. താഡ്വി എന്ന ആദിവാസി വിഭാഗമാണ് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച ആദിവാസി വിഭാഗം. ക്ലിയർ ആണോ? നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയുടെ ആകെ ഉയരം 182 മീറ്റർ അല്ലെങ്കിൽ 597 അടി. ക്ലിയർ ആണോ? പ്രതിമ അറിയപ്പെടുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ. സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന് വെച്ചാൽ ഇന്ത്യ. ക്ലിയർ ആണോ? അപ്പൊ ബേസ് ഉൾപ്പെടെയാണെങ്കിൽ പ്രതിമയുടെ ഉയരം 240 മീറ്റർ അല്ലെങ്കിൽ 790 ഫീറ്റ്. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഗുജറാത്ത്. സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ നർമ്മദ ജില്ല. സ്ഥിതി ചെയ്യുന്ന ഗ്രാമം എന്ന് ചോദിച്ചാൽ കെവാലിയ ഗ്രാമം. സ്ഥിതി ചെയ്യുന്ന ദ്വീപ് എന്ന് ചോദിച്ചാൽ സാധു ബെറ്റ് ദ്വീപ്. ക്ലിയർ ആണോ? ഏത് ഡാം എന്ന് ചോദിച്ചാൽ സർദാർ സരോവർ ഡാം. ഏത് നദി എന്ന് ചോദിച്ചാൽ നർമ്മദ നദി. ഇപ്പൊ നർമ്മദ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മധ്യപ്രദേശിലെ അമർഖണ്ഡ് കുന്നുകളിൽ നിന്നാണ്. നർമ്മദ നദിയുടെ ആകെ നീളം 1312 കിലോമീറ്റർ. സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച വർഷം 1875 ഒക്ടോബർ 31. ഒക്ടോബർ 31 ഏകതാ ദിവസ് അല്ലെങ്കിൽ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇദ്ദേഹം അന്തരിക്കുന്ന വർഷം 1950 ഡിസംബർ 15. അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. ഇദ്ദേഹം ഓപ്പറേഷൻ പോളോയ്ക്ക് നേതൃത്വം നൽകുന്നത് 1948. നേതൃത്വം നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത നടപടിയാണ് ഓപ്പറേഷൻ പോളോ. ക്ലിയർ. അടുത്ത പോയിന്റ്, ഇത് നിർമ്മിച്ചത് ഏത് പാർട്ണർഷിപ്പിലാണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, സ്വകാര്യ പൊതുജന പങ്കാളിത്തത്തോടെയാണ് നിർമ്മിച്ചത്. ഇതിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ ജോസഫ് മെന്ന. ഇതിന്റെ ഡിസൈനർ അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്ത ആരെന്ന് ചോദിച്ചാൽ രാം വി സുധർ. ക്ലിയർ. അടുത്ത പോയിന്റ്, ഈ പ്രതിമ തറക്കല്ലിട്ടത് 2013 ഒക്ടോബർ 31. തറക്കല്ലിട്ടത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. ക്ലിയർ ആണോ? അടുത്ത് ഉദ്ഘാടനം ചെയ്ത് 2018 ഒക്ടോബർ 31. സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാം ജന്മദിനത്തോടെ ഉദ്ഘാടനം ചെയ്തത്? 143ാം ജന്മവാർഷികം. ഇത് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച ആദിവാസി വിഭാഗം എന്ന് ചോദിച്ചാൽ താഡ്വി. ക്ലിയർ ആണോ? ഒരു പോയിന്റ് നോക്കണം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമ എന്ന് ചോദിച്ചാൽ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ. സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ എവിടെയാണ്? ചൈന. സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ, ചൈന. ക്ലിയർ ആണോ? ഓർത്തു വയ്ക്കുക, ചോദ്യം വരും. ഒന്നാമത്തെ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ, രണ്ടാമത്തെ പ്രതിമ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ. ക്ലിയർ ആണോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലാണ് ഷെയർ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.